മേലാർകോട് പഞ്ചായത്തിലെ എടക്കാട് കോളനി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ടി.എം. ശശി എം.എൽ.എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കോളനി നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു യോഗം. കോളനിയിൽ അനുവദിച്ച തുക വിനിയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ടി.എം. ശശിയുടെ ഇടപെടലിനെ തുടർന്ന് യോഗം വിളിച്ചത്. ആ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് വീണ്ടും അതിലേക്ക് ഫണ്ട് വെച്ചു. അപ്പോൾ ആ ഫണ്ട് ഒഴിവായി കിട്ടുമോ? അപ്പോൾ ഈ വരുന്ന ഫണ്ട് ഉണ്ടല്ലോ, ഈ 1 കോടി രൂപയുടെ ഫണ്ട് ഉണ്ടല്ലോ, അത് മുഴുവൻ ഇവിടെ തന്നെ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് ഈ കമ്മിറ്റി ഹാളിൽ 20 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ആ വെച്ച എമൗണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഇനി ഇവർ പുതിയതായിട്ട് ഇതിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോണിറ്ററിംഗ് സമിതി കൂടി തീരുമാനിച്ച് എവിടേക്കാണ് ചെയ്യേണ്ടത് അത്യാവശ്യം അവിടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചപ്പോൾ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾ നിശ്ചയിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞു. നിശ്ചയിച്ച് തരാമെന്ന് പറഞ്ഞത് ഇതുവരെയും തന്നിട്ടില്ല. യോഗം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി. കോളനി നവീകരണ പ്രവർത്തനത്തിന് 13 വീടുകൾക്കും റോഡിനുമാണ് തുക അനുവദിച്ചത്. 6 വീടുകൾ ഭാഗികമായി പൂർത്തിയാക്കി പ്ലാസ്റ്ററിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നതായി യോഗം വിലയിരുത്തി. മറ്റു പ്രവൃത്തികൾ സമയബന്ധിതമായി കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ ടി.എം. ശശി എം.എൽ.എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒരു 3-4 വീട് വന്നിട്ടുള്ളൂ വിചാരിക്കുക. എനിക്ക് അറിഞ്ഞൂടാ എത്ര വീട് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ 3-4 വീട് ഉള്ളൂ വിചാരിക്കുക. അതിന് 2 ലക്ഷം രൂപ അതിന് വൈകിട്ടിയാൽ പോലും നമുക്ക് അപ്പോഴും ഒരു 5-8 ലക്ഷം ബാക്കിയുണ്ടാവും. അപ്പം പൊതുവായ സാധനം എന്തെടുക്കണം? പൊതുവായി ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലം, അതായത് ഇവരുടെ വല്ല കാവോ റോഡോ അങ്ങനെ എന്തെങ്കിലും പ്രധാന സാധനം ഉണ്ടെങ്കിൽ അതിന് കോമ്പൗണ്ട് വാളോ അതല്ലെങ്കിൽ പിന്നെ റോഡോ അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായും നിങ്ങൾ ഇങ്ങനെ വെള്ളം ചോരുന്ന താമസിക്കാൻ പറ്റാത്ത വീടുകളുടെ എണ്ണം കൃത്യമായി എടുക്കണം. അതാണ് ഏറ്റവും പ്രഥമം വരിക. എന്നിട്ട് ചേർന്ന് നമുക്ക് ഇതൊക്കെ മതി. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമാക്കിയിട്ട് നിങ്ങൾ കത്ത് തന്നോ, കത്തോടെ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ കളക്ടറോട് സംസാരിച്ചോളാം. സംസാരിച്ചിട്ട് ഈ വിഷയത്തിൽ തീരുമാനമാക്കാൻ വേണ്ടി റിപ്പോർട്ട് ഞാൻ ചെയ്യും. വായനശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കുവാൻ അനുവദിച്ച തുകയിൽ 19 ലക്ഷം രൂപ നീക്കിയിരിപ്പുള്ളതായും ഈ തുക കോളനിയിലെ സാമ്പത്തിക സഹായം കിട്ടാത്ത മറ്റ് ഗുണഭോക്താക്കളുടെ വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വിനിയോഗിക്കാനും തീരുമാനിച്ചു. വീട്, റോഡ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി നിരന്തരം നിരീക്ഷിക്കുവാനും തടസ്സങ്ങൾ നീക്കി സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും യോഗത്തിൽ ധാരണയായി. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ 2022-23 തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതിയാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതുവരെ അത് പല കാരണങ്ങൾ കൊണ്ടും പദ്ധതി നടപ്പിലാകാതെ ആഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തു. 10-30% വർക്ക് നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തത്. അപ്പോൾ ഇപ്പം പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ വർക്കിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ ചില വർക്കുകൾ ഒഴിവാകുന്നതിന് പകരം പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തണമെന്നാണ്. എങ്കിലും റിവിഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട്. ടി.എം. ശശി എം.എൽ.എയെ കൂടാതെ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുകുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീവിദ്യ, അംഗങ്ങളായ ചെല്ലക്കുട്ടി, നിഷ, ജ്യോതികുമാർ, പട്ടികവർഗ വികസന ഓഫീസർ ബിന്ദു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.